സർ, ലോകം മുഴുവൻ അശാന്തതയുടെ ഒരു പ്രതീതി. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റ് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ UAE പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഒരു അപകടമുണ്ടായത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഹോർമസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തകളിൽ ഒന്നെന്ന് പറയുന്നത്. ഹോർമസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ലോകം എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ലോകത്തിന്റെ പലതരത്തിലുള്ള വ്യാപാര നയതന്ത്ര രീതികളിലൊക്കെ വലിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഹോർമിസ് കടലിടുക്ക് കുറെ കാലം അടച്ചിട്ട് വലിയ തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രശ്നം ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ കടലിടുക്കിൽ കൂടെയാണ് അമേരിക്ക യൂറോപ്പ് ഭാഗത്തു നിന്നും എളുപ്പത്തിൽ ചരക്ക് ഇങ്ങോട്ടും, ഇവിടെ നിന്ന് എളുപ്പത്തിൽ ചരക്കുകൾ അങ്ങോട്ടും വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഭാഗത്ത് ഇറാന്റെ കൺട്രോള് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഇതിന്റെ ഒരു ഭാഗത്ത് യമൻ വരുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും അതിന്റെ പരിസരത്തിൽ ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രധാന ഭാഗം ഇറാന്റെ വശത്തിൽ കൂടിയാണ്. ആ ഭാഗമാണ് ഇപ്പൊ അവർ അടച്ചിരിക്കുന്നത്. ഇത് അടയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം ഈ ക്രൂഡ് ഓയിൽ ഖനനമാണ്. അതായത് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നത് ആണ് വലിയ പ്രശ്നം. അതായത് ഇറാനിൽ നിന്ന് വളരെ ശക്തമായിട്ട് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതുമാതിരി ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ മൂവ്മെന്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതാത് രാജ്യങ്ങളിൽ എണ്ണയുടെ വില കയറും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തു പറഞ്ഞാലും ഇന്ന് ഗ്യാസിന്റെ വില കൂടിയിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഇന്നലെ തുടങ്ങിയ യുദ്ധത്തിന് ഇന്ന് തന്നെ ഇപ്പൊ വില കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പെട്രോള് വരും ദിനങ്ങളിൽ ഈ ബേസിസിൽ വില കൂടാൻ, പെട്രോളും ഡീസലൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പെട്രോളും ഡീസലും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള എല്ലാ പ്രോഡക്ട്സും വില കൂടും. ചരക്ക് മൂവ്മെന്റിനുള്ള റേറ്റ് കൂടും. അത് മറ്റുള്ള അതിലെ സാധനങ്ങൾ, ഫുഡായാലും മറ്റെന്ത് സാധനമായാലും അതിൻ്റെയൊക്കെ വില വർദ്ധിക്കും. അപ്പോൾ ഈ ഹോർമീസ് കടലിടുക്ക് അടയ്ക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നതിന് സംശയമൊന്നുമില്ല. ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തിൽ, പണ്ടത്തെ സമൂഹമാണെങ്കിൽ ഹോർമീസ് കടലെടുക്കുന്ന ഒരു വിഷയമേ അല്ല. പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം? നമ്മുടെ അച്ചാച്ചന്റെ കാലം, അതായത് അച്ഛന്റെ അച്ഛനും കൂടി നമ്മുടെ പരിഷ്കൃത ലോകത്ത് ഉള്ള ആളായിരിക്കും. അതിന്റെ മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് പൊട്ടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. വളരെ ദുർലഭമായിട്ട് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന സാധനം ആ കാലഘട്ടങ്ങളിൽ ചെയ്യാറുള്ളൂ. അന്ന് കടകളില്ല, എവിടെയും കടകളില്ല വാങ്ങാൻ. അതായത് ഇന്ന് വീട്ടിൽ ദിവസവും എല്ലാതരം സാധനങ്ങളും, ഫുഡായാലും എന്ത് സാധനമായാലും പുറത്തു പോയി വാങ്ങുന്നു, വാങ്ങി കൊണ്ടുവരുന്നു, അത് ഉപയോഗിക്കുന്നു. ഒരുപാട് വേസ്റ്റ്. അത് കൊണ്ടുവരുന്ന കവറ് മുതൽ ഇത് ഉപയോഗിച്ച് ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും വേസ്റ്റായി മാറുന്നു. അത് കൊണ്ടുപോയിടാൻ സ്ഥലമില്ലാതെ വരുന്നു. അപ്പോ പണ്ട് കാലത്താണെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ഈ ഹോർമീസ് കടലിൽ കൂടെ കടന്നു വരുന്നു ഈ ക്രൂഡ് ഓയിൽ തുടങ്ങി ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ മെഷീനറികള്, വ്യവസായ എന്തൊക്കെ, അതൊക്കെ ഇത് കൂടെ കടന്നു വരുന്നതാണ്. ഇത് കൂടെ കടന്നു വരാതെ ഇത് നിൽക്കുമ്പോൾ എല്ലാ രാജ്യത്തും അതിൻ്റെതായ വലിയൊരു പ്രശ്നം ഉടലെടുക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോ പ്രശ്നം പെട്ടെന്ന് തീരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യുദ്ധം നീണ്ടുപോകാൻ സാധ്യത വളരെ കുറവാണ് ഇനി. കാരണം ആ ഇറാന്റെ പരമാധികാരി മരിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ യുദ്ധം ഇനി മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പുതിയ ഭരണം
നിലവിൽ വരും. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും അമേരിക്ക ചെയ്തു കൊടുക്കും. പുതിയ ഭരണം വരും. അപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ കടലിടുക്ക് തുറക്കും. പക്ഷെ അടച്ചിട്ടാൽ വലിയ പ്രശ്നം തന്നെയാണ്. മാസങ്ങളോലൊക്കെ അടച്ചിട്ടാൽ എന്തായാലും ഇപ്പോ ഒരു ദിവസമോ 2 ദിവസമോ ഈ നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങളിലെ എയർപോർട്ടുകൾ അടച്ചിട്ടു, മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം അടയ്ക്കുമ്പോഴേക്കും ഇവിടുത്തെ ന്യൂസുകൾ നമ്മൾ കേട്ട് വെറുതെ കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയാണ്, വ്യാകുലപ്പെടുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ എയർപോർട്ട് തുറന്നു വെക്കാൻ പറ്റില്ല, അത് എവിടെയായാലും. കാരണം താൽക്കാലികമായി എല്ലാവരും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്. അവർ പറയുന്ന ആ അവിടെ പ്രിക്കോഷൻ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ പറയുന്നു അത് നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ്, അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് റോട്ടിലിറങ്ങിയാൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുമെന്നല്ലാതെ അവർക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും ഈ യുദ്ധം ഇനി അധികം മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കടലെടുക്ക് ഉടൻ തന്നെ തുറക്കും എന്ന വിശ്വാസത്തിൽ ഇവിടെ താൽക്കാലികമായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും ലോകത്തിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇപ്പോ ഈ ഇപ്പോ ഈ കടലെടുക്ക് അടച്ചിടുമ്പോൾ ഇത് അടച്ചിടാൻ ഇപ്പൊ മുൻകൈ എടുത്തത് ഇറാനാണ്. ആ മുൻകൈ എടുക്കുന്ന സമയത്ത് അതിന്റെ ഭരണാധികാരി ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ സേനയെ വിന്യസിച്ചുകൊണ്ട് അതിൽ കൂടെ ഷിപ്പുകൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും, ഉപദ്രവിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഫലമായി ആ കടലെടുക്ക് അടയപ്പെടുന്നത്. പക്ഷേ ഇത് അടച്ചിടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമേ ഇറാന്റെ കൈവശമായിട്ട് ഈ കടലെടുക്ക് വരുന്നുള്ളൂ. അതിന്റെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളുടെ കൈവശത്തിലാണ് ഓരോരുത്തരുടെ ഭാഗം. പണ്ട് നമ്മൾ യമൻ ഈ യുദ്ധം നടക്കുമ്പോൾ ഇതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. യമനിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ആ കടലെടുക്കേണ്ട ഒരു ഭാഗം വരുന്നുണ്ട്. അന്നും ഇതേ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ചെറിയൊരു ഭാഗം സിറിയയിൽ വരുന്നുണ്ട്. അതിൽ പ്രധാന ഭാഗം ഇറാന്റെ ഭാഗത്ത് വന്നപ്പോൾ ഇറാൻ ഈ യുദ്ധം അവരെ ആക്രമിച്ചപ്പോ ആ യുദ്ധത്തിന്റെ ഒരു കോംപ്രമൈസിങ് ഫാക്ടറാക്കി മാറ്റാൻ ഈ കടലെടുക്കിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായി ഇത് അടച്ചിട്ടു. അപ്പോ അതൊക്കെ വലിയ കോംപ്രമൈസിന്റെ ഭാഗം തന്നെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതും അവരെയൊക്കെ പരിതാപകരമാക്കി ഈ വിഷയത്തിലേക്ക് വലിച്ചിറക്കാൻ ആ ഭരണാധികാരി ശ്രമിച്ചതും ഒക്കെ. അല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യനെ ആക്രമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? സൗദി രാജാവ് ഇന്നലെ തന്നെ ആക്രമണത്തിന് ശേഷം പ്രഖ്യാപിക്കുകയുണ്ടായി, ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ അമേരിക്കയുമായി സഹകരിച്ച് ഇറാനെ നേരിടുമെന്ന് സൗദി രാജാവ് ഇന്നലെ തന്നെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റുള്ള ബഹ്റീനോ കുവൈത്തോ ഖത്തറോ UAE ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ അതിനുള്ള ചങ്കൂറ്റം കാണിച്ച് സൗദി രാജാവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് റിയാദിൽ വന്ന് ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അനുവദിച്ചു കൊടുക്കില്ല, ഇത് തുടർന്നാൽ ഞങ്ങൾ അമേരിക്കയുമായി സഹകരിച്ച് ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങി ഇറാനെ ആക്രമിക്കുമെന്ന് സൗദി രാജാവ് പറഞ്ഞു. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ ഷിയ മുസ്ലിങ്ങളാണ്, ഇവരെല്ലാം സുന്നി മുസ്ലിങ്ങളാണ്. സുന്നി മുസ്ലിം ഷിയ മുസ്ലിമിനെ ഒരിക്കലും മുസ്ലിമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് സിയാക്കളും സുന്നികളും അഹമ്മദീയരെ മുസ്ലിമായി അംഗീകരിക്കുന്നില്ല. അപ്പോൾ വളരെയധികം പരസ്പരം ചേർച്ചയില്ലാത്ത വലിയൊരു വിരോധാഭാസം ഇവർ തമ്മിൽ തന്നെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആയാലും കേരളത്തിൽ വന്നാൽ വലിയ തമാശയാണ്. ഈ സുന്നിയും ഈ സിയായും ഈ അഹമ്മദിയനും ഈ തഗ്ലീബും ഈ ജമാഅത്ത് ഇസ്ലാമിയും കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായി കൂട്ടം കൂടി കുത്താൻ ഇവർ തയ്യാറാവുകയും ചെയ്യും, അത് കേരളത്തിലെത്തുമ്പോൾ. അപ്പോ ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യമാണ്. നമുക്കിതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ തന്നെ രാഷ്ട്രത്തിന് ലോകത്തിന് നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരെ എന്നേ കാണുള്ളൂ. അതിൽ കുറച്ചു പേര് സൗദി അറേബ്യ നല്ല ഡെവലപ്ഡായി മുന്നോട്ട് വന്നിട്ടുണ്ട്. AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവര് അതിൽ നിന്ന് പുറത്തു ചാടി വന്നിട്ടുണ്ട്. അങ്ങനെ UAE പോലെയുള്ള രാജ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർ വരുമ്പോഴേ ലോകത്തിന് വലിയൊരു അസറ്റായിട്ട് ഇവർ മാറുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെ എല്ലാ രാജ്യത്തും പോയി കുടിയേറി പാർത്തിട്ട് ആ രാജ്യത്തിന് തന്നെ ഒരു പൊതുശല്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് എന്ന ദുഃഖസത്യം ഇപ്പോൾ പറയേണ്ടതുണ്ട്. എന്തായാലും
ഈ കടലെടുക്ക് ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല, അവരുടെ സ്വന്തം തറവാട്ട് വകയല്ല. ഇത് ഒരു ലോകത്തിന്റെ അവരുടെ മാപ്പില് അതിന്റെ ഭൂഖണ്ഡത്തിൽ അവരുടെ ഭാഗത്തു കൂടെ പ്രകൃതിയിലുള്ള ഒരു സ്ഥലമാണ്. അത് കൈവശപ്പെടുത്തിയിട്ട് ലോകത്തെ കൺട്രോൾ ചെയ്യാം എന്ന് മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ വിഡ്ഢിത്തരം തന്നെയായിരിക്കും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളും മറ്റും സ്വയം അനുഭവിച്ച് സ്വയം തന്നെ ജീവൻ തന്നെ കളയേണ്ടി വരുന്നത്. സാർ പറഞ്ഞതുപോലെ ഹോർമസ് കടലെടുത്ത് ഇങ്ങനെ ദിവസങ്ങളോളം അടച്ചിട്ടാൽ ലോകത്തിന്റെ തന്നെ ഒരു സാമ്പത്തിക സ്ഥിതിയെ അത് സാരമായി ബാധിക്കാനുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഹോർമസ് കടലെടുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് ഏത് രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകും എന്നതൊക്കെ ചർച്ചകളിൽ നിറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പാനിക് ആവേണ്ടുന്ന അല്ലെങ്കിൽ വിദേശത്തുള്ളവരായാലും പാനിക് ആവേണ്ടുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ്. എല്ലാവരോടും സ്റ്റേ സേഫ് എന്നാണ് ലോകം മുഴുവൻ പറയുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.